സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മസ്തിഷ്ക മരണ നിർണയം കാര്യക്ഷമമല്ലെന്ന ഡോക്ടർ മോഹൻദാസിന്റെ സാമൂഹിക മാധ്യമ കുറിപ്പ് ശരിവയ്ക്കുകയാണ് കണക്കുകൾ. KNUS രൂപീകരിച്ച് 13.5 വർഷം പിന്നിടുമ്പോൾ 389 മസ്തിഷ്ക മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഇതിൽ 251 എണ്ണവും ആദ്യത്തെ 5 വർഷത്തിലായിരുന്നു. ഏറ്റവും കൂടുതൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതും അവയവദാനം നടന്നതും 2015-ലാണ്. ഈ വർഷം ആകെ സ്ഥിരീകരിച്ചത് 11 മസ്തിഷ്ക മരണമാണ്. അങ്ങനെ വന്നാൽ അവയവദാനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഗോകുൽനാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽനാഥ്, അവയവദാന ശസ്ത്രക്രിയകളുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാകുന്നുണ്ട് എന്നൊരു സംശയം ചില ആളുകൾക്കുണ്ട്. മാത്രമല്ല, ഈ മൃതസഞ്ജീവനി പദ്ധതിയിലൊക്കെ കിഡ്നിക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് രോഗികൾ കാത്തിരിക്കുന്നുണ്ട്. 1000-ഓളം ആളുകൾ, എനിക്ക് 2000-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മസ്തിഷ്ക മരണം പ്രഖ്യാപിക്കാൻ ഡോക്ടർമാർ ഇപ്പോൾ മടിക്കുന്നതാണോ ഈ അവയവദാന ശസ്ത്രക്രിയകൾ കുറയാനുള്ള കാരണം? ഗുഡ് മോർണിംഗ് ഗോകുൽ. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് 2017 ശേഷമാണ് ഈ കണക്കുകളിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുള്ളത്. 2015-ൽ 70-ഓളം ആളുകളുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ഇത്തരത്തിൽ ഓർഗൻ ഡോണർമാരായിട്ട് വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആണ് കാര്യങ്ങൾ പൂർണ്ണമായും തിരിഞ്ഞു മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2017-ൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ മാനദണ്ഡങ്ങൾ, അതായത് മസ്തിഷ്ക മരണം സംബന്ധിക്കുന്ന മാനദണ്ഡങ്ങൾ 4 ഡോക്ടർമാർ ചേർന്നുള്ള വിദഗ്ധ സമിതി വേണം ഇത്തരത്തിൽ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ചില പ്രൈവറ്റ് ആശുപത്രികൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിനുശേഷം ഡോക്ടർമാർക്ക് ഭയമുണ്ടാകുകയും ചെയ്തു. ഈ ഡോക്ടർമാർ തന്നെ കേസോട്ടോ അടക്കമുള്ള സംഘടനകളെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിൽ സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയോ ചെയ്തില്ല. അതിനുശേഷമാണ് ഡോക്ടർമാർക്ക് ഭയമുണ്ടാകുകയും തുടർന്ന് ഇത്തരത്തിൽ മസ്തിഷ്ക മരണം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ 2015-ൽ മാത്രമാണ് ഈ ഇത്തരത്തിൽ മസ്തിഷ്ക മരണം 70-ഓളം മസ്തിഷ്ക മരണങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും തുടർന്ന് രോഗികൾക്ക്, അതായത് നിർധന രോഗികൾ ഒരുപാട് പേരുണ്ട്. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും കിഡ്നിക്കായും അതേപോലെ തന്നെ മറ്റ് അവയവങ്ങൾക്കായും വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ സംസ്ഥാനത്തുണ്ടെന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത്, അതായത് ഈ വർഷം തന്നെ നടന്നിട്ടുള്ള ചില മസ്തിഷ്ക മരണങ്ങൾ ഏകദേശം 11-ഓളമാണ്. ഇതിൽ 10-ഓളവും പ്രൈവറ്റ് ആശുപത്രികളിലാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ, കേസോട്ടോയുടെ കീഴിൽ വരുന്ന സർക്കാർ ആശുപത്രികളിൽ പോലും പലപ്പോഴും ഇത്തരത്തിൽ മസ്തിഷ്ക മരണങ്ങൾ സ്ഥിരീകരിക്കുന്നതിൽ വലിയ മെല്ലെപ്പോക്ക് ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും 2017-ന് ശേഷമാണ് ഈ മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ മോഹൻദാസിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന ആ കുറിപ്പ് കൃത്യമായും ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ കേസോട്ടോയുടെ തന്നെ സൈറ്റിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രൈവറ്റ് ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ സർജറികൾ നടന്നിട്ടുള്ളതും മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിട്ടുള്ളതും കിംസ് ആശുപത്രിയാണ് തിരുവനന്തപുരത്ത്. മറ്റ് ആശുപത്രികളിലൊക്കെ തന്നെ മെല്ലെപ്പോക്ക് ഈ കാര്യത്തിലുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ വിദഗ്ധ സമിതിയാണ് ഇത് നിർണ്ണയിക്കേണ്ടത്. അതായത് 4 അംഗ ഡോക്ടർമാരുടെ വിദഗ്ധ സമിതി നിർണ്ണയിക്കണം. അതിൽ തന്നെ വലിയ മെല്ലെപ്പോക്ക് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. താങ്ക് യു ഗോകുൽ. ചില സ്വകാര്യ ആശുപത്രികളിൽ മാത്രം മസ്തിഷ്ക മരണം വേഗത്തിൽ സ്ഥിരീകരിക്കുകയും സർക്കാർ ആശുപത്രികളെ സ്ഥിരീകരിക്കാതിരിക്കുകയും ചെയ്തു. അവയവദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. വളരെ കൃത്യമായിട്ടാണ് സർക്കാരിൻ്റെ മൃതസഞ്ജീവനി പദ്ധതി പോകുന്നത്. പക്ഷേ അതിൽ എത്ര രോഗികളാണ് കാത്തിരിപ്പുള്ളത്? നിങ്ങൾക്ക് മൃതസഞ്ജീവനിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം. 2000-നോടടുത്ത ആളുകളാണ് മൃതസഞ്ജീവനി പദ്ധതിയിൽ കിഡ്നിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടാവുന്നത്. പക്ഷേ മസ്തിഷ്ക മരണം സംഭവിക്കാൻ പാടില്ല. പക്ഷേ മറുചോദ്യമുണ്ട്, മസ്തിഷ്ക മരണം സംഭവിക്കാതെ അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? അങ്ങനെയും പറ്റില്ല. പക്ഷേ അക്കാര്യത്തിൽ മസ്തിഷ്ക മരണമെന്ന് ഉറപ്പുവരുത്തിയാൽ അത് വൈകാതെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ അവയവദാനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പിന്നെയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നമുക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു.